ഫോണ്. അവന്റെ ഒരു തമാശ. ഓടാ ദുഷ്ടൻ. ആര്യനെന്താ ഫോൺ എടുക്കാത്തെ? ഛർദി അതികഠിനമായിരിക്കും. കുടലും പണ്ടവും പുറത്തു വരുന്ന പോലെ ഓന്ന് പറഞ്ഞ് ഛർദിക്കും. എങ്കിൽ പിന്നെ രക്ഷയില്ല. ആള് പോക്ക. അയ്യോ, ആ മെഡിസിൻ കഴിച്ചോണ്ട് ആര്യൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണൂ? അയ്യോ, അങ്കിളിന്റെ അടുത്ത് തന്നെയാണ് ചെന്ന് ചേരേണ്ടതെന്നും മുമ്പ് അങ്കിളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ ഞാൻ അവിടെ ചെന്ന് ചേരേണ്ടവളാണെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്? അതെ, എന്നെ പേടിച്ച് അങ്ങോട്ട് ഓടണ്ട. ഞാൻ അച്ഛനെ കുറിച്ചൊന്നും ചോദിക്കാൻ വന്നതല്ല. ഞാൻ ഇങ്ങോട്ട് ഓടിയതൊന്നുമല്ല. രാവിലെ കുറച്ച് മാലകൾ കെട്ടാനുണ്ടായിരുന്നു. ഓ, അതിനെക്കുറിച്ചുള്ള ആദ്യമൊന്നും വേണ്ട. ആ ജോലിയൊക്കെ ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. സങ്കടം വരുമ്പോൾ മാത്രമല്ല, ഇനി എന്ത് ചെയ്യുന്ന ആശങ്ക തോന്നുമ്പോഴും നമുക്ക് വളരെ പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ പറ്റും. നിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ മോള് അച്ഛനെ കുറിച്ചുള്ള ചിന്തകളൊന്നും വേണ്ടാന്ന് വെക്ക്. മോക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നൊരാള് ഇല്ലെന്നങ്ങ് കരുത്. അങ്ങനെ കരുതേണ്ട ആവശ്യം എന്താ? മുമ്പ് അമ്മമ്മ അമ്മയോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ അംഗീകരിച്ചു കൊടുക്കുമായിരുന്നു. അതോ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ ഞാനൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നും അമ്മ പറയാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എന്തായാലും മാല കെട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ആശങ്കപ്പെട്ടത് എൻ്റെ അച്ഛനെ കുറിച്ചല്ല. പിന്നെ അമ്മ മറന്നു. നാളെ നല്ല വിരുന്ന് നടക്കുമ്പോ നമ്മൾ മിഥുനെ ഒരു സ്വർണ്ണമാലയിട്ട് സ്വീകരിക്കുന്നല്ലേ ചടങ്ങ്? അയ്യോ, ഒരു പവന്റെ മാലയ്ക്ക് പോലും ഇപ്പോഴത്തെ വില വെച്ച് 1.25 ലക്ഷത്തിന് മുകളിലാവും. സത്യം പറഞ്ഞ ഞാനത് ഓർത്തില്ല. അവർക്കെല്ലാവർക്കും നല്ല ആഹാരം കൊടുക്കണമെന്ന് മാത്രമേ എന്റെ മനസ്സിൽ വന്നുള്ളൂ. പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകള് സത്യനെ അറിയാവുന്നതുകൊണ്ട് അവര് സ്വർണ്ണമാലയൊന്നും പ്രതീക്ഷിക്കില്ല മോളെ. അവര് പ്രതീക്ഷിക്കോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ കീർത്തിക്ക് അതിന് നാണക്കേട്. പോരാത്തതിന് ദിവ്യപ്രഭാന്റെയും അവരോടെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ കഴിവിനൊത്ത സ്വർണ്ണ ഇട്ട് തന്നെ മിഥുനെ സ്വീകരിക്കണം. മാല നമുക്കേ ഈ മാല കൊടുത്തിട്ട് വേറൊരെണ്ണം വാങ്ങിച്ചാലോ? താലി അമ്മ ഒരു ചരടിലിട്ടോളാം. ഏയ്, അത് വേണ്ടമ്മ. അമ്മയ്ക്ക് ആകെയുള്ള സ്വർണ്ണ ഇതാ. ഈ മാല അമ്മയുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ. എനിക്ക് മാലയൊന്നും വേണ്ട മോളെ. ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുക എന്നുള്ളതാ പ്രധാനം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. തൽക്കാലം ഞാൻ വേണ്ടെന്ന് മാത്രം പറഞ്ഞു. അവര് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടാലും ഇങ്ങോട്ടെത്തുമ്പോൾ ഉച്ചയാവും. അതിനു മുമ്പേ മാല വാങ്ങാൻ ഒരു വഴി തുറക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛനെ കാത്തിരിക്കണ്ട. മിക്കവാറും ആ ശവാനന്ദന്റെ കൂടെ കാണും.